ശ്രീ പി അനിൽകുമാർ, കേരളം നിക്ഷേപ സൗഹൃദമല്ല എന്നുള്ള വാദമാണ് നേരത്തെ പ്രതിപക്ഷ ആരോപണമായി ഉയർത്തിയത്. പക്ഷേ ഇപ്പോൾ നിക്ഷേപങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ പ്രതിപക്ഷം ആരോപണം മാറ്റുകയാണോ ചെയ്യുന്നത് എന്നാണ് മന്ത്രി ചോദിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? തീർച്ചയായും മന്ത്രിയുടെ ആ ഭാഗം വളരെ ശരിയാണ്. കേരളത്തിൽ കൂടുതൽ നിക്ഷേപം വരണം. നിക്ഷേപം കേരളത്തിലെ തൊഴിൽ ഇല്ലാത്ത ചെറുപ്പക്കാർക്കും വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സർക്കാരിനും ഗുണപരമാകും. ഈ വിഷയങ്ങളിലൊന്നും നമുക്ക് യാതൊരു വിയോജിപ്പില്ല. അപ്പൊ വ്യവസായം വരണമെങ്കിൽ ഏതുതരം വ്യവസായം വരണം എന്ന് പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു പൊതു നിലപാടുണ്ട്. അതെന്തായിരിക്കണം? ഒന്ന്, പരമാവധി പാരിസ്ഥിതികമായ ആഘാതങ്ങൾ കുറവുള്ള വ്യവസായം. ഇപ്പൊ ഉദാഹരണം, ഊർജം വളരെയധികം ചെലവാക്കുന്ന വ്യവസായങ്ങൾ കേരളത്തിന് യോജിച്ചല്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ വ്യവസായം എന്ന് പറഞ്ഞാൽ ടൂറിസത്തെ പറ്റിയും മറ്റ് ചില മേഖലകളെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്. അതുകൊണ്ട് വ്യവസായം വരരുത് എന്നൊരു നിലപാട് ആരെടുത്താലും അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. പ്രതിപക്ഷവും അത്തരം നിലപാട്, കേരളത്തിൽ വ്യവസായം വരരുത് എന്ന നിലപാട് എടുക്കുന്നവരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ അതൊരു വിഷയമാണ്. അടിസ്ഥാനപരമായ പ്രശ്നം കേരളത്തിന്റെ വ്യവസായ വളർച്ചയിൽ ഇപ്പൊ പറയുന്ന ഈ ബ്രൂവറീസിന്റെ പങ്ക്. ബ്രൂവറീസ് എന്ന് പറയുന്നതിനെ നമ്മൾ വളരെ ചെറുതായി കാണുന്നില്ല. കേരളത്തിൽ നിലവിൽ 15 ഡിസ്റ്റിലറീസ് പ്രവർത്തിക്കുന്നുണ്ട്, 2 സർക്കാർ നിയന്ത്രണത്തിലുണ്ട്. ഇവിടെ വരാൻ പോകുന്ന എഥനോൾ പ്ലാന്റ്, ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വർ, ബ്രൂവേ, മാൾട്ട് സ്പിരിറ്റ് പ്ലാന്റ്, ബ്രാൻഡി യൂണിറ്റ്, വിനർ പ്ലാന്റ്, അങ്ങനെ 7 പ്ലാന്റുകൾ വരാൻ പോകുന്ന ഇടം പാലക്കാട് ജില്ലയാണ്. ഒന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം. 2, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സ്, ഇതിന്റെ പ്രധാനപ്പെട്ട റിസോഴ്സ് എന്ന് പറയുന്നത്, ഉപാധി എന്ന് പറയുന്നത് വെള്ളമാണ്. അത് ഏതുതരം വെള്ളം ആയിക്കോട്ടെ. പാലക്കാട് കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ഒരു ജില്ലയാണ്. ഏറ്റവും കൂടുതൽ ജലക്ഷാമം നേരിടുന്ന ഒരു ജില്ലയാണ്. ഇതിന്റെ ഉൽപാദന മേഖലയിലെ ജലത്തിന്റെ പ്രത്യേകത, ഞാനൊരു പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളായിട്ട് പറയാണ്. 1 ലിറ്റർ എഥനോൾ ഉൽപ്പാദിപ്പിക്കാൻ 2 മുതൽ 10 ലിറ്ററോളം വെള്ളം ആവശ്യം വരുന്ന ഒരു സംവിധാനം. എന്ന് മാത്രമല്ല, നിലവിൽ പാലക്കാട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന UB ഡിസ്റ്റിലേഴ്സിന്റെയും MB ഡിസ്റ്റിലേഴ്സിന്റെയും പെപ്സിക്കോളയുടെയും കൊക്കോക്കോളയുടെ കഥ നമ്മളിപ്പോ പറയുന്നില്ല, ഇവിടെയും നിയമലംഘനങ്ങൾ കുപ്രസിദ്ധമാണ്. അപ്പോ വ്യവസായം കേരളത്തിന് വരണം. ആ വ്യവസായം മദ്യവുമായി ബന്ധപ്പെട്ടുള്ള വ്യവസായമാണോ എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ പൊതു നിലപാടിൽ നിന്ന് ആവർത്തിക്കേണ്ടതുണ്ട്. വിഭവങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാരിസ്ഥിതികമായ തിരിച്ചടി നേരിടുന്ന, ജലക്ഷാമം അനുഭവിക്കുന്ന ഒരു ഇടം എന്ന തരത്തിൽ പാലക്കാട് വളരെ ഗൗരവതരമായ പ്രതിസന്ധി നേരിടുമ്പോഴാണ് ഈ പ്രശ്നം. 1-2 കാര്യം കൂടി പറഞ്ഞോട്ടെ. എന്നാൽ സർക്കാരിന് വേണ്ടി കേരള സ്റ്റേറ്റ് KSIDCയുടെ ഡയറക്ടർ വളരെ വസ്തുതാപരമായ, സർക്കാരിന് ഇഷ്ടപ്പെടുന്ന ചില വിവരണങ്ങൾ കഴിഞ്ഞ നാളുകൾ നടത്തിയിരുന്നു. അത് ഇതാണ്: നമ്മുടെ രാജ്യത്ത് മദ്യ കയറ്റുമതിയിൽ കേരളത്തിന്റെ സംഭാവന വളരെ കുറവാണ്. 7100 ഷിപ്മെന്റുകളാണ് 2021-22 ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് കയറ്റുമതി ചെയ്തെങ്കിൽ അതിൽ കേരളത്തിന്റെ സംഭാവന വെറും 19 ഷിപ്മെന്റ് മാത്രമാണ്, 0.3% മാത്രമാണ്. എന്നാൽ അതേസമയം മലയാളികളുടെ മദ്യ ഉപഭോഗം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന കേരളത്തിലല്ല കേട്ടോ, അത് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ദിവസം 6 ലിറ്റർ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറും 6 ലക്ഷം ലിറ്റർ IMFലും 2 ലക്ഷം ലിറ്റർ ബിയറും വൈനും ഒക്കെ ഉപയോഗിക്കുന്നു മലയാളികൾ. ഇങ്ങനെ ഇരിക്കുമ്പോ ഇന്ത്യക്ക് പുറത്തുള്ള മലയാളികൾ അത്ഭുതകരമായ ചില മദ്യ ലേബലുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല. ഉദാഹരണം, കൊമ്പൻ ബിയർ. UK-യിലുള്ള ഒരു വിവേക് അത്ഭുതകരമായി കൊമ്പൻ ബിയർ ലോകത്തിന് പരിചയപ്പെടുത്തിയിരിക്കുന്നു. വലിയ മാർക്കറ്റുള്ള സംവിധാനമാണ്. മഹാറാണി ജിൻ അയർലൻഡുകാരിയായ ഭാഗ്യലക്ഷ്മി എന്ന മലയാളി കണ്ടെത്തി മാർക്കറ്റ് ചെയ്തിരിക്കുന്നു. കാളിക്കുട്ട് 1498. ഇതെല്ലാം പറയുന്നത് ഞാനല്ല കേട്ടോ, ഇത് പറയുന്നത് മിസ്റ്റർ S. ഹരികിഷോർ സംസ്ഥാന സർക്കാരിന് വേണ്ടി പറഞ്ഞിട്ട് പറയുകയാണ്. അതുകൊണ്ട് കേരളം ഇനി മടിച്ചു നിൽക്കാൻ പാടില്ല. ഈ ബ്രൂവറീസ് എത്രയും പെട്ടെന്ന് തുടങ്ങണം. അത് കേരളത്തിന് വലിയ വരുമാനം ഉണ്ടാക്കും. അപ്പൊ മദ്യ വിഷയത്തിൽ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ പ്രകടന പത്രികയിൽ 883 മുതൽ 886 വരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം മദ്യത്തെ പരമാവധി നിരുത്സാഹപ്പെടുത്തലാണ്. ഞാനും ആ നിലപാടുകാരനാണ് കേട്ടോ, നിരോധിക്കുകയല്ല പ്രശ്നം, നിരുത്സാഹപ്പെടുത്തലാണ്. ഏതെങ്കിലുമൊക്കെ തരത്തിൽ മദ്യത്തെ നിരുത്സാഹപ്പെടുത്താനുള്ള സംവിധാനം കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സർക്കാർ സംവിധാനം ഇതാ നമ്മുടെ മന്ത്രി പറയുന്നു, നമുക്ക് തൊഴിൽ വേണ്ടേ, നമുക്ക് വ്യവസായം വേണ്ടേ. അതുകൊണ്ട് കുടിവെള്ളം ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന, കൊക്കോകോള കൊണ്ട് ഏറ്റവും കൂടുതൽ പൊള്ളിപ്പോയ ഒരു നാട്ടിൽ ഇതാ
പ്രത്യേകിച്ച് എലപ്പള്ളി പഞ്ചായത്തിൽ 35 വർഷം CPM ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പഞ്ചായത്ത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ ന്യൂനപക്ഷമായി മാറിയ ഒരു പഞ്ചായത്തിൽ ഇതാ പൊതുബോധത്തെ വെല്ലുവിളിക്കും വിധം ബ്രുവറീസ് വരുന്നു. അതും 600 കോടി രൂപയുടെ വ്യവസായമാണ്. വലിയ കുതിപ്പ് കേരളത്തിന്റെ വ്യവസായ മേഖല ഉണ്ടാകുമെന്ന് പറയുന്നു. ഈ കാര്യങ്ങളോടാണ് നമ്മുടെ ഒരു പരസ്യ പ്രവർത്തകൻ, ഒരു സാമൂഹിക നിരീക്ഷകൻ എന്നുള്ള രീതിയിൽ എന്റെ വിയോജിപ്പ്. അഴിമതി മറ്റു കാര്യങ്ങൾ പൊതുവെ ആളുകൾ പറയുന്നതാണ്. അതിൽ എത്ര വസ്തുതയുണ്ടെന്ന് എനിക്ക് വ്യക്തിപരമായി അറിയില്ല.